വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ പൂരങ്ങളുടെ സീസൺ ആണല്ലേ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നിന്ന് പൂരമാണ്. സോ ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി ഇതാ റെഡി ആയിട്ട് നിൽക്കാനായിട്ട്. ഞാനൊരു സ്കേർട്ടും ടോപ്പാണ് ഇട്ടിരിക്കുന്നത് അമ്പലത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അമ്മ റെഡി ആവുന്നുണ്ട്. ഞാൻ ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. അച്ഛനാണെങ്കിൽ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുത് വന്നപ്പോൾ ചന്ദനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തൊട്ടു ഒരു സിമ്പിൾ മേക്കപ്പ് ഒക്കെ ചെയ്തു, കണ്ണൊക്കെ എഴുതി, ഐലൈനറൊക്കെ അപ്ലൈ ചെയ്തു, ലിപ്സ്റ്റിക്ക് ഇട്ട് ചെറുതായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ പൂരാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൂരത്തിന് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്തായാലും വ്ളോഗ് എടുക്കണമെന്ന്. ഇന്ന് ഒരു എന്താ പറയുക, ഇന്ന് മിക്ക നേരം നമ്മൾ അമ്പലത്തിൽ തന്നെയായിരിക്കും. ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോയി പോരും. അതിനുശേഷം ഒരു ഉച്ച ടൈമിൽ നമ്മൾ വീണ്ടും പോവും. കനം വരവ് നമ്മുടെ തൊട്ടടുത്തുള്ള ക്ലബിലെ വരവ് വരുന്നത് അത് കാണാൻ വേണ്ടിയിട്ട് പോവും. അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് വരും. പിന്നെ നമ്മൾ വൈകിട്ട് ഫ്രഷായിട്ട് വീണ്ടും അമ്പലത്തിലേക്ക് പോകും അരിയറ് കൊള്ളാനായിട്ട്. പിന്നെ എല്ലാ ക്ലബിൻ്റെയും വരവ് കാണാൻ നിൽക്കും നമ്മൾ അമ്പലത്തിൽ. പിന്നെ അതിന് വീണ്ടും നമ്മൾ വീട്ടിലേക്ക് വരും. രാത്രി ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ അമ്പലത്തിലേക്ക് പോകും കുളപ്രദക്ഷിണം കാണാൻ വേണ്ടിയിട്ട്. സോ ഇന്ന് മിക്ക സമയം നമ്മൾ അമ്പലത്തിൽ തന്നെയായിരിക്കും. പിന്നെ അതിനിടയിൽ എനിക്ക് ഒരു ഡ്രസ്സ് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് സ്റ്റോറിലേക്ക്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാനിരിക്കണം കുറച്ച് നേരം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സ്കേർട്ടും ടോപ്പാണ് ഇട്ടിരിക്കുന്നത്. ഏതോ ഒരു കാലത്ത് സ്റ്റിച്ച് ചെയ്ത ടോപ്പും. ഇതൊരു 4 years ആയിട്ടുണ്ട് ഈ ഒരു സ്കേർട്ടും. എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാനെടുത്ത സ്കേർട്ടാണ് കേട്ടോ. ഞാനിത് ഇടുമ്പോൾ ടൈറ്റ് ആവും, എനിക്ക് കൊള്ളില്ല എന്നൊക്കെ. ഞാൻ കൈയടയണോ? എനിക്ക് കൊള്ളില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഫുൾ സ്ലീവായിട്ട് ഒരു നേവി ബ്ലൂ കളറാണ് കേട്ടോ. ഇതിൻ്റെ ടോപ്പ് ഭയങ്കര വർക്കുള്ള ടോപ്പാണ്. ഞാൻ ആ ഒരു എൻഗേജ്മെൻറ്റ് മാത്രമേ ഇതിൻ്റെ ടോപ്പ് ഇട്ടിട്ടുള്ളൂ, പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ. ഏതായാലും റെഡി ആയിട്ടുണ്ട്. ഞാൻ അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അമ്മ ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ ഞാൻ എണീക്കാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. അമ്മ എൻ്റെ സാരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. എനിക്ക് വിച്ചു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത സാരിയാണ് അമ്മ എടുത്തേക്കണത് അമ്പലത്തിൽ പോകാനായിട്ട്. ഇന്നലെ എൻ്റെ സാരി തന്നെയായിരുന്നു. ഗാനമേള കാണാൻ പോകുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അജ്രക്കിൻ്റെ ബ്ലാക്ക്. ഞങ്ങൾ നടന്നിട്ടാണ് കേട്ടോ പോണത്. കാരണം ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് നടക്കാനുള്ളൂ. തൊട്ടടുത്താണ് കേട്ടോ അമ്പലം. അപ്പോൾ ഇതാ ഞങ്ങൾ അമ്പലത്തിലെത്തി, തൊഴുതു. നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. ക്യൂ ഒക്കെ നിന്ന് തൊഴുതു. ഇതാണ് കേട്ടോ അമ്പലം, കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ഇതാണ് കേട്ടോ പേര് അമ്പലത്തിൻ്റെ. അപ്പോൾ ഇവിടെ ആനകൾ കയറില്ല കേട്ടോ. അതായത് പൂരത്തിന് മിക്ക അമ്പലത്തിലും ആനകൾ ഉണ്ടാവില്ലേ, ഈ ഒരു അമ്പലത്തിൽ ആന ഇല്ല കേട്ടോ. ആന ഇല്ലാത്ത ഒരു പൂരമാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോണത്. പക്ഷേ വെറും കൈയോടെ ഞാൻ ഒരിക്കലും പൂരപ്പറമ്പിൽ നിന്ന് വീട്ടിലേക്ക് പോവില്ല. അപ്പോൾ ഞാൻ അതാ ഒരു ബലൂണും അതുപോലെ തന്നെ ഒരു ഇട്ടാപ്പൊട്ടിയും വാങ്ങി കേട്ടോ. ബലൂണ് കുക്കുവിന് ഇഷ്ടമാണെന്നുള്ള രീതിയിലാണ് ഞാൻ മേടിച്ചത്. ഇട്ടാപ്പൊട്ടി പിന്നെ ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പോൾ ഇട്ടാപ്പൊട്ടി മേടിച്ചു. എന്തായാലും നമുക്ക് നോക്കാം കുക്കുവിന് ഇഷ്ടമാവുമോ ഇല്ലയെന്നൊക്കെ കേട്ടോ. വാ ബോൾ കളിക്കാം. ബോൾ കളിച്ചാ വാ. ബോള് നോക്ക്. നോക്ക്. ബോള് കുക്കുന് ബോള്. ഇത് ഫുള്ളായി ഇട്ടാക്കുട്ടിയുടെ ഉള്ളിലത്തെ കുറച്ച് പൊടികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇനി ഞാൻ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ കുക്കുവിൻ്റെ വായിൽ പോകും. അപ്പം അത് റിസ്ക്കാണ്. അതൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ. കുക്കുനൊന്നും ഇഷ്ടമായിട്ടില്ല. ബലൂൺ ഇഷ്ടമായിട്ടില്ല. ഇട്ടാക്കുട്ടി പിന്നെ ഒട്ടും ഇഷ്ടമായിട്ടില്ല. മുകളിൽ കുറച്ച് സൗണ്ടൊക്കെ പേരുള്ള കുട്ടൻ്റാണ്. പക്ഷെ എന്നാലും ഞാനൊന്നും എന്റർടൈൻ ചെയ്യാൻ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇതാ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഇതുവരെ പൂരത്തിന് ഉണ്ടായേക്കാളും കൂടുതൽ തിരക്കാണ് ഇപ്രാവശ്യം വന്നത്. ക്യൂ ഒക്കെ നിന്നിട്ടാണ് തൊഴുത് കേട്ടോ. അത്രയ്ക്കും തിരക്കായിരുന്നു. സാധാരണ നമ്മളങ്ങനെ ക്യൂ നിൽക്കാറില്ല, തിരക്ക് കുറവായിരിക്കും. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. നല്ല വലിയ ലോങ് ക്യൂ ആയിരുന്നു. ക്യൂ ഒക്കെ നിന്ന് തൊഴുത്, ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഉണ്ടാവും കേട്ടോ. ക്യൂ ഒക്കെ നിന്ന് തൊഴുത് നല്ല ഭംഗി തൊഴുത് പുറത്തേക്ക് ഇറങ്ങി. പായസമൊക്കെ ഷീറ്റാക്കിനായിരുന്നു. പായസം മേടിച്ചു. പിന്നെ കുക്കിനുള്ള ബലൂണും ഇട്ടാപ്പൊട്ടിയൊക്കെ മേടിച്ച് അവളെ ഞാൻ കുറച്ചൊന്ന് പേടിപ്പിച്ചു. ഇപ്പോൾ പേടിപ്പിച്ചിരിക്കുകയാണ് കുട്ടി, പേടിച്ചിരിക്കുകയാണ്. പിന്നെ യെസ്, ഇനിയിപ്പോൾ ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ദോശയും സാമ്പാറും അത് കഴിക്കണം. ഞാൻ ഡ്രസ്സ് മാറണം, എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ട്. ഇവിടെ നല്ല ചൂടാണ്. അതിൻ്റെ ഇടയിൽ ഫുൾ സ്ലീവും ഭയങ്കര ചൂടെടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സ് മാറണം.
പിന്നെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്, സ്റ്റിച്ച് ചെയ്യണം. ഞാൻ ഫോക്കസ് ആവുന്നില്ല തോന്നുന്നു. ഓക്കെ, സ്റ്റിച്ച് ചെയ്യണം. സൗണ്ട് കേട്ടോ, കഥന പൊട്ടണ സൗണ്ടാണ് കേട്ടോ. മൂപ്പരാൾ തല വെട്ടിച്ചു തുടങ്ങി സൗണ്ട് ഇടുന്നു. എന്താ പൊട്ടണ പണി? അഡുഡുഡുഡുന്ന്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ കുറേ പരിപാടികളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ദോശയായിരുന്നു കേട്ടോ. നല്ല നെയ്യൊക്കെ ഒഴിച്ച മുരിഞ്ഞ ദോശയായിരുന്നു. എനിക്ക് ദോശയിൽ നെയ്യ് ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാൻ കടയിൽ പോയി കഴിഞ്ഞാൽ മസാല ദോശ, നെയ്യ് റോസ്റ്റ്, ഊത്തപ്പം, ഇഡ്ഡലി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ കഴിക്കില്ല. വീട്ടിലാണെങ്കിൽ ദോശയിൽ നെയ്യ് ഒഴിച്ച് തന്നാൽ നല്ലോണം ഞാൻ കഴിക്കും കേട്ടോ. ഇഡ്ഡലി കഴിക്കില്ല കേട്ടോ, ദോശ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. അത് ദോശയൊക്കെ കഴിച്ചു. ഞാനൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യായിരുന്നു കേട്ടോ. ഒരെണ്ണം കഴിഞ്ഞു, അടുത്തത് തുടങ്ങിയിട്ടില്ല, ഒരു മുക്കാപ്പാകമായിട്ടുണ്ട്. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, കാരണം ഒട്ടും ടൈമില്ല. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 hour കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയും. അല്ല, ഇനി ഒരു 1/2 hour മതി. ടോട്ടൽ ഒരു 1.5 hour എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതൊരു ആലിയ കട്ട് ടോപ്പാണ്, ഫുൾ സ്ലീവ്, പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു, പക്ഷേ കറണ്ട് പോയി. അപ്പോൾ പിന്നെ മോട്ടർ ഓൺ ആവണില്ല. കറണ്ടുണ്ടെങ്കിലേ മോട്ടർ ഓൺ ആവുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഫോണിൽ കളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടത്. ബാക്ക് ഫുള്ള് മെസ്സാണ് കേട്ടോ, കാരണം ആകെ വലിച്ചിട്ടേക്കാണ്. മെറ്റീരിയൽ ആയാലും ഇവിടുത്തെ ഡ്രസ്സായാലും എല്ലാം വലിച്ചിട്ടേക്കാണ്. ഫുൾ ഒതുക്കി വെക്കാനുള്ളൊരു ഇതാണ്. അതുകൊണ്ട് ഫുൾ മെസ്സാണ് കേട്ടോ. എന്തായാലും ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേത് ഡിസ്പാച്ച് ചെയ്യാൻ കൊടുക്കണം. അതിനുശേഷം ഫുഡ് കഴിക്കണം, പിന്നെ വരവ് കാണാൻ പോകണം. ഇപ്പം തന്നെ 12:15 അധികം ടൈമൊന്നുമില്ല. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഒരു സമാധാനമാണ്. ഫൈനലി ഇതാ നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ആലിയ കട്ട് ഷോർട്ട് ടോപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആലിയ കട്ട് ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എങ്ങനെയാവും, എങ്ങനെ വരിക എന്നൊക്കെ. കാരണം ഞാൻ ഇതുവരെയായിട്ട് ആലിയ കട്ട് ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ആലിയ കട്ട് കുർത്ത ഒരൊറ്റ തവണ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അതും പഠിക്കണ സമയത്ത് സ്റ്റിച്ച് ചെയ്തതാണ്. അതിന് ശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. എന്തായാലും ഇതെനിക്ക് എന്താ പറയുക കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടോ. ഞാൻ വിചാരിച്ച പോലെ അത്ര വലിയ വൃത്തികേടോ ബോറോ ഒന്നുമില്ല, കറക്റ്റായിട്ട്. ഈ ഒരു ടോപ്പാണ് ഞാൻ ഇപ്പം ഇരുന്ന് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. എനിക്ക് എന്തോ പെട്ടെന്ന് ഈ ഒരു മെറ്റീരിയൽ ഉണ്ടപ്പോൾ ഒരു ആലിയ കട്ട് ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ തോന്നി, അങ്ങനെ സ്റ്റിച്ച് ചെയ്തു. ഞാനിതാ ഒരു ബ്ലൂ ജീൻസിൻ്റെ കൂടെയാണ് പെയർ ചെയ്തേക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു ഒരു വൈറ്റ് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാമെന്ന്, പക്ഷേ ബ്ലൂവിൻ്റെ കൂടെയാണിത് മാച്ചായിട്ട് പോണത്. അപ്പം പിന്നെ ബ്ലൂ തന്നെ ഇട്ടു. ഫുൾ സ്ലീവ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ക്ലബ്ബുണ്ട്, തപസ്യ എന്ന് പറഞ്ഞ ക്ലബ്ബ്. നമ്മുടെ വീട്ടിലത്തെ കുറേ പിള്ളേർ ആ ക്ലബ്ബിൽ മെമ്പറാണ്. അപ്പോൾ അവിടുത്തെ എന്താ പറയുക വരവ് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്തൊക്കെയാണ് നോക്കാൻ പോയിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞ് വന്ന് വീണ്ടും ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് മാറി അമ്പലത്തിലേക്ക് പോകണം അരിയർ കൊള്ളാനായിട്ട്. അപ്പം ഞാനൊരു ഒന്നെങ്കിൽ ഫ്രോക്കായിരിക്കും, അല്ലെങ്കിൽ ഞാനൊരു കുർത്തയും ലെഗിൻസും ആയിരിക്കും ഇടുക കേട്ടോ. ഇതിടാനാണ് ആദ്യം വിചാരിച്ചത് ഞാൻ അരിയർ കൊള്ളാൻ പോകുമ്പോൾ. പക്ഷെ ഞാനത് വേണ്ട വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഇത് ഇപ്പം ഇടാം, അമ്പലത്തിൽ പോകുമ്പോൾ വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഇടാമെന്ന്. എന്തായാലും ഈ ഒരു ടോപ്പ് എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആലിയ കട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണത്. അത് എന്താ പറയുക കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ലബ്ബ് കേട്ടോ. തപസ്യ എന്നാണ് ക്ലബിൻ്റെ പേര്. അപ്പോൾ അവരിപ്രാവശ്യം കാവടി, അതുപോലെ തന്നെ ശിങ്കാരിമേള ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്, ഉണ്ടായിരുന്നു. പിന്നെ തമ്പോലോ അങ്ങനെ എന്തോ പറയും അതിന്, എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ ഇതിൻ്റെ. ഞാൻ ഇങ്ങനെ കണ്ട് കേട്ട് ആസ്വദിച്ച് നിൽക്കുന്ന ഒരാളാണ്, ഞാനിങ്ങനെ പേരൊന്നും നോക്കാറില്ല. അപ്പോൾ കാവടിയിൽ അവർ ഈ എന്താ കളർ പേപ്പേഴ്സ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈം ആകുമ്പോഴേക്കും ആ ഒരു എന്താ പറയുക കാവടി ഇങ്ങനെ ഇളകുമ്പോൾ ആ കളർ പേപ്പർ താഴെ വീഴാൻ വേണ്ടിയിട്ടുള്ള സാധനം, അപ്പോൾ അതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പോയപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി മേലൊക്കെ കഴുകി ഫ്രഷായിട്ട് വീണ്ടും നമ്മൾ ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിലേക്ക് പോകണം അരിയർ കൊള്ളാൻ വേണ്ടിയിട്ട്. സോ വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. അച്ചോളുണ്ട് കേട്ടോ കൂടെ. വീണ്ടും ഡ്രസ്സൊക്കെ മാറി വീണ്ടും അമ്പലത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അരിയർ കൊള്ളാൻ വേണ്ടിയിട്ട്. ഞാൻ രാവിലത്തെ സെയിം ഹെയർ സ്റ്റൈലാണ്. പിന്നെ രാവിലത്തെ ഐലൈനറും മസ്കാരയും ലിപ്സ്റ്റിക്കൊക്കെ റിമൂവ് ചെയ്ത് ഫ്രഷ് ആയപ്പോൾ വീണ്ടും റീഅപ്ലൈ ചെയ്തു. സിമ്പിളായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് ഒരു കയ്യിൽ വാച്ചും ഒരു കയ്യിൽ ബാങ്കിലൊക്കെ ഇട്ട് പോകാൻ നിൽക്കുകയാണ്. ഈ ഒരു ഫ്രോക്ക് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി എടുത്തതാണ്. ഞാൻ ബർത്ത്ഡേക്ക് ഇട്ടു കേട്ടോ. അതിൻ്റെ വ്ളോഗ് വന്നിട്ടില്ല, വ്ളോഗ് വരുന്നതായിരിക്കും. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നമുക്ക് വേഗം പോകാം, ലേറ്റ് ആക്കാൻ നിൽക്കണ്ട കേട്ടോ. പ്രാവശ്യം ഞാൻ ഷീട്ടാക്കാൻ കൗണ്ടറിൽ ഇരിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഇരുന്നിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നില്ല. അതിന് മുന്നേ ഞാനൊരു 4-5 കൊല്ലം വരെ ഞാൻ ഇരുന്നിട്ടുണ്ട്. എന്തോ ലാസ്റ്റ് 2 years ആയിട്ട് ഞാനങ്ങനെ ഇരിക്കാറില്ല. എനിക്കങ്ങനെ ഇരിക്കാൻ തോന്നാറുമില്ല കേട്ടോ. അപ്പം ഞാൻ വെറുതെ കൗണ്ടറിലൊക്കെ കയറിയായിരുന്നു. എല്ലാവരും പാടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളും പാടത്തേക്ക് ഇറങ്ങി. ഞാനും എൻ്റെ കസിനും ആളുടെ കുട്ടിയും കൂടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയേക്കണത് പാടത്തിലേക്ക്. അങ്ങനെ ആൾക്ക് ടോയ്സ് ഒക്കെ മേടിക്കാൻ വേണ്ടി വീണ്ടും ഡ്രസ്സ് മാറിയിട്ടുണ്ട്. ഞാൻ വൈകിട്ടിട്ട സെയിം ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് കേട്ടോ. പക്ഷേ ഞാൻ പാൻറ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. പാൻറ് ഞാൻ ബ്ലാക്ക് ആണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ വീണ്ടും അമ്പലത്തിലേക്ക് പോവുകയാണ്. കുളപ്രദക്ഷിണം കാണണം, ഗാനമേള ഉണ്ട്,
പിന്നെ ഫുഡ് കഴിക്കണം. ഫുഡ് മീൻസ് ഐസ്ക്രീം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കണം. അപ്പോൾ അതിനുവേണ്ടി പോവാണ് നമ്മൾ. രാത്രി ഇപ്പോൾ ഒരു സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡിന്നറൊക്കെ കഴിച്ചു. അതിനുശേഷം ഡ്രസ്സൊക്കെ മാറി പോകാൻ നിൽക്കുകയാണ്. മുടി ഞാൻ വെറുതെ ഒന്നിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുടി എൻ്റെ നീളം വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ബെറ്റർ ഈ ഒരു ബ്ലാക്ക് പാൻറ്റിന് കൂടെ ഇടുമ്പോഴാണ് ഈ ഒരു ഡ്രസ്സ് കാണാൻ കുറച്ചുകൂടി ഭംഗിയെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഞാൻ വെള്ളം ഇട്ട് നോക്കി, ബ്ലൂ ഇട്ടു, അതാ ഇപ്പോൾ ബ്ലാക്ക് ഇട്ടു. എന്തെല്ലാം സെറ്റ്, നമുക്ക് പോവാം. സ്റ്റേജിൽ ഇതാ ഗാനമേള നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ മ്യൂസിക് ഓൺ ആക്കുന്നില്ല. ചിലപ്പോൾ ഇൻ കേസ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് ഓൺ ആക്കുന്നില്ല കേട്ടോ. അമ്പലത്തിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇപ്രാവശ്യം കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഗാനമേളയൊക്കെ കുറച്ച് നേരം അവിടെ കണ്ട് നിന്നു. പിന്നെ നമ്മൾ നടന്നു ചുറ്റും നടന്നു പടത്തിൻ്റെ. അതിനുശേഷം ഞാൻ ഹൈഡ്രജൻ ബലൂൺ വാങ്ങിയിട്ടോ. കുറേ ആയി ഞാൻ ഹൈഡ്രജൻ ബലൂണൊക്കെ മേടിച്ചിട്ട്. ഇപ്പോൾ ഇതിന് റേറ്റ് കുറവാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു 30 രൂപയുള്ളൂ ഹൈഡ്രജൻ ബലൂൺ. ഞാൻ മേടിക്കുന്ന സമയത്ത് മുൻപൊക്കെ ഇങ്ങനെ 50 രൂപയോ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ റേറ്റ് കുറഞ്ഞ് വരുന്നുണ്ട്. എന്തായാലും കുറേ ഹൈഡ്രജൻ ബലൂൺ കുറേ പേര് മേടിച്ചിട്ട് അങ്ങനെ മേലേക്ക് ഇങ്ങനെ ആക്കി വെച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ മേലേക്കൊന്നും ആക്കിയില്ല കേട്ടോ. ഞാൻ താഴെ തന്നെ പിടിച്ച് നിൽക്കുകയായിരുന്നു. എനിക്കിങ്ങനെ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. കുറേ ബലൂൺ ഇങ്ങനെ മേലെ ഇങ്ങനെ നിൽക്കണം കാണാനായിട്ട്. ചിലവർ ഒന്നുമേ തന്നെ 3-4 ബലൂൺ ഒരുമിച്ച് കെട്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പിന്നെ പിടിച്ചു. അത് ഒരു മണ്ണാണ് കേട്ടോ കുളിക്കുന്നത്. നല്ല രസമായിട്ട് കാണാനായിട്ട്. ഇടയ്ക്ക് ആ ഒരു ഷീറ്റിൻ്റെ മേലെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ അത് എടുത്തിട്ട് പിന്നെയും കുളിക്കുന്നുണ്ടായിരുന്നു. അപ്രിഷ്യേറ്റ് ചെയ്യാൻ നല്ല രസമാണ് കുളിക്കണെ കാണാനായിട്ട്. എന്താ പറയുക, വലിയ കുളിക്കുന്ന പോലെ തന്നെ ഒരു കുറവില്ലാണ്ട് അതേപോലെ കുലുക്കിയിട്ട് നമുക്ക് കുലുക്കി സർവത്ത് തന്നു. അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഇറങ്ങിയപ്പോൾ കടലയുടെ ആ ഒരു മസാല കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സേമിയ ഐസ്ക്രീം കഴിച്ചു. അതിനുശേഷം നമ്മൾ മുളക് ബജ്ജി മേടിച്ചു. അത് കഴിച്ചിട്ട് മുളക് ബജ്ജി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സൈസ് അധികം എന്താ പറയുക അത്രയ്ക്കില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മുളക് ബജ്ജിയും കഴിച്ചു. അവിടെ നിന്ന് ഞാനും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് പാനിപൂരിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പാനിപൂരി ഞാൻ ഒരെണ്ണേ കഴിച്ചുള്ളൂ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉപ്പിലിട്ടത് മേടിച്ചു. ഞാൻ ക്യാരറ്റും അതുപോലെ തന്നെ മാങ്ങയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തന്നെ ഇരുന്ന് കഴിച്ചു കേട്ടോ. 2 ക്യാരറ്റും 3 മാങ്ങയാണ് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ തലേ ദിവസം ഗാനമേള കാണാൻ വന്നപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മളിതാ വീണ്ടും ഐസ്ക്രീം മേടിച്ചു. അങ്ങനെ ഒരുവിധം എല്ലാം കഴിച്ചു കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യത്തും പോരും അങ്ങനെ കഴിഞ്ഞു എന്ന് പറയാം.